ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ വല്ലവരും, ജമാഅത്ത് ഇസ്ലാമിയുടെ പക്ഷം ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ വല്ലവരും ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന അകലത്തിലുണ്ടെങ്കിൽ ഒരു പുനർചിന്തക്ക് തയ്യാറാകണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗത്തിലേക്ക് തിരിച്ചു വരണം. ആ പ്രവാചകന് വേണ്ടി മരണം വരെ പ്രചരണം നടത്താൻ അല്ലാഹു നമുക്ക് കഴിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. അതിനുവേണ്ടി എന്ത് ചെലവഴിച്ചാലും ഒരു പ്രശ്നമായി കാണാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും പ്രശ്നമായി കാണാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പക്ഷത്തേക്ക് നാം ആളുകളെ എത്തിക്കുക. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ അംഗീകാരം. ഇന്ന് നമുക്ക് പറ്റിയ അപകടം എവിടെയാ? നമ്മളാരും റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. നമുക്ക് മുഹമ്മദ് നബിയെ പറ്റി എന്താ അറിയാം? ഒരു ചുക്കും അറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ലോകത്ത് പരിചയപ്പെടുത്തിക്കൊടുത്ത ഏറ്റവും വലിയൊരു മഹാവിഭാഗത്തിന്റെ
ആദരണീയനായ എഴുത്തുകാരനായി അറിയപ്പെട്ടൊരു മനുഷ്യനാണ് ഓ അബ്ദുള്ള എന്നൊരു സാധനം അല്ലേ. പക്ഷെ ആ സാധനം പോയ വയ്ക്കൊക്കെ തലവേദനുണ്ടായിട്ടുണ്ട്. ഒരു പ്രസ്ഥാന ആ മനുഷ്യനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടാന്ന് ഓൽക്കന്നെ തലവേദനയായി കുഞ്ചു പിടിച്ച് പുറത്താക്കി. ഒരു പത്രത്തിന്റെ ഓഫീസിൽ അയാളെ പോറ്റിക്കൊണ്ടാ നാട് തലവേദനയായി പിടിച്ച് പുറത്താക്കി. ഇപ്പൊ ഏടെ കിട്ടിയെടുത്ത് കയറിയിട്ട് എഴുതല അപ്പൊ മൂപ്പര പണി. അതാര് ചോദിച്ചാൽ എന്തു എഴുതും. ആ മനുഷ്യന്റെ വില കഴിഞ്ഞ 19-ാം തീയതി മട്ടന്നൂരിൽ FIS-ന്റെയും SSF-ന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു വലിയ നബിദിന സമ്മേളനം നടന്നു. ആ നബിദിന സമ്മേളനത്തിൽ വന്നിര CM ഇബ്രാഹിം സാഹിബിനെയും കൂടെ പ്രസംഗത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പൊ CM ഇബ്രാഹിം സാഹിബ് വന്നൊരു പ്രസംഗം നടത്തിയിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ ഓ അബ്ദുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാറിൽ കയറ്റിക്കൊണ്ടാന്നിട്ട് ഇരുത്തിയിട്ടൊന്ന് കേൾപ്പിക്കണമായിരുന്നു. മദീനയിൽ വെച്ച് ഒരു വേള ഈ മനുഷ്യനും വേറൊരു മുജാഹിദുകാരനും CM ഇബ്രാഹിം സാഹിബുമായിട്ട് ഒന്നിച്ചിട്ട് ബദറിൽ പോയൊരു കഥ പറഞ്ഞിരുന്നു. എന്നിട്ട് ആ സംഭവം എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു മാധ്യമത്തിൽ എഴുതാൻ എടുക്കൂല, ഞാൻ പറയും മാതൃഭൂമിയിൽ എഴുതാന്ന് അയാൾ പറഞ്ഞു. മദീനത്ത് പോകാൻ വേണ്ടിയിട്ട് CM ഇബ്രാഹിം സാഹിബ് പോകാൻ ഇറങ്ങിയപ്പോ ഈ രണ്ട് മനുഷ്യന്മാർ പോയിട്ട് വല്ല കൂടിയിട്ട് വന്നു. ഞങ്ങൾ ഒന്നായിട്ട് വന്നു. പോരീന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് എത്താന്ന് വെച്ചു. അത് ബദരീങ്ങളെ പേരിലും CM മുരിയുള്ളാന്റെ പേരിലും ഫാത്തിഹ സൂറത്ത് ഓതുക പോവുക ബേണേ വന്നുകൂടിയാണ് അവിടേക്ക് എത്താന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ടും ഒന്നായി കൂടി. CM ഇബ്രാഹിം സാഹിബ് ഫാത്തിഹ സൂറത്ത് ഇത് വണ്ടി കയറി. ഇവര് വല്ലതും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഇയാളെ ഫാത്തിന്റെ വർക്കത്തോണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായി. ഓൾ രണ്ടാളും വണ്ടി കയറി. അങ്ങനെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോ പോലീസുകാർ വണ്ടി തടഞ്ഞു. എല്ലാരും പാസ്പോർട്ട് നോക്കി. ഒരു രക്ഷയില്ല, പോകാൻ പാടില്ല. അങ്ങനെ പോലീസുകാരുടെ മുദീറിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. 3-4 കൊണ്ടുപോയി വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അറിയാം ഓ ഇബ്രാഹിം സാഹിബ് നിങ്ങളെ ഫാത്തിനെ കൊണ്ട് ഇനിയിപ്പം പോലീസിന്റെ തല്ലെത്രയാ കിട്ടാന്ന ഇപ്പം തിരിയാത്തതെന്ന് പറഞ്ഞു. അപ്പൊ CM ഇബ്രാഹിം പറഞ്ഞു നിങ്ങൾ കുറച്ച് ക്ഷമിച്ച് ഓ അബ്ദുള്ള സാഹിബൊക്കെ ഒന്ന് ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു. അവിടെ എത്തി പോലീസിന്റെ മുദീർ ഇങ്ങനെ പാസ്പോർട്ടിലും തിരിച്ചു മറിച്ച് CM ഇബ്രാഹിന്റെ പാസ്പോർട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ കഴിഞ്ഞ മുൻ കേന്ദ്രമന്ത്രിയാണ്, എന്റെ പേര് CM ഇബ്രാഹിം എന്നാണ്, ഞാനൊരു ആശിഖുർ റസൂലാണ്, എനിക്കൊന്ന് ബദറിൽ പോകണം അതിന് വന്നതാണ്. ഇയാൾ ഇങ്ങനെ ഒരു നോട്ടം CM ഇബ്രാഹിന്റെ തല മുതൽ കാൽവരെ നിങ്ങൾ നോക്കി. ഉടൻ തന്നെ പോലീസിന്റെ മുദീർ പാസ്പോർട്ട് 3 വെച്ചിട്ട് പറഞ്ഞു പാസ്പോർട്ട് നിങ്ങളെ കയ്യിൽ ഇപ്പൊ എനിക്ക് തന്നാ വടങ്ങാറാണ്, നിങ്ങൾ ഒറ്റക്ക് പോയാൽ വൈകുന്നേരം ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും, നിങ്ങളൊരു കാര്യം നിങ്ങളെ വണ്ടിയുടെ വെച്ചേക്ക് എന്റെ വണ്ടി എടുത്തോ, 2 പോലീസുകാരെ ഒന്നായിട്ട് അയച്ചേക്കാ, നിങ്ങൾ പോയിട്ട് ധ്യാനം ചെയ്തിട്ടുണ്ട് വന്നോളി. പിന്നെ പോലീസ് വണ്ടി കയറിയിട്ട് ഓ അബ്ദുള്ളയും മറ്റോലും ഫോണ് ഓ മക്കളെ CM ഇബ്രാഹിം ഒക്കെ കൂടിയിട്ടിപ്പോ 2 പോലീസിന്റെ എസ്കോട്ടോട് കൂടിയ ഇപ്പം സിയാർത്തിന് പോകുന്നത് ബദരീങ്ങളെ എത്തുന്ന ആടിയെത്തി കീഞ്ഞവാടി CM ഇബ്രാഹിം മൂപ്പര ഭാഷ നമ്മളെ ഭാഷയല്ലോ ഓത് ഹംകെ ഫാത്തിയും യാസീനും എന്നിട്ട് സിയാർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഫാത്തിയും യാസീനും ഓതിയിട്ട് എന്താക്കി സിയാർത്തും ചെയ്യിപ്പിച്ചു വന്നു. മദീനയിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചു പറഞ്ഞു നീ ഇതൊന്ന് മാധ്യമത്തിൽ എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു മാധ്യമത്തിൽ എഴുതിയാ കൊടുക്കൂല, ഞാൻ പറയും മാതൃഭൂമിയിൽ എഴുതിക്കോളാം. ഈ സാധന ഇപ്പൊ എന്താകുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഷഅറെ മുബാറക്കിനെ പറ്റിയിട്ട് ഇത് ചില മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വകുപ്പില്ല, ഞാൻ എന്തുവരെ ജീവിക്കണമല്ലോ. നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഗതികേടുള്ള വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളെ വായിക്കാൻ തന്നെ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഇന്നൊരു ആടി കളിക്കുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്. എന്റെ റൂമിൽ വന്ന് ഇന്ന് വൈകുന്നേരം ഒരു വിഷയം സംസാരിക്കാൻ. അപ്പൊ ഞാൻ ഈ ലേഖനം എടുത്തിട്ട് വായിച്ചത് ഇതിനെപ്പറ്റി നിങ്ങൾ അഭിപ്രായം എന്താ? അയാൾ പറഞ്ഞു ഓ വല്ലാത്തൊരു മോശം, ഇങ്ങനൊന്നും എഴുതാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അത് തന്നെ സുന്നികളായി ഞങ്ങൾ എതിർക്കാൻ കാരണം. ആലോചിച്ചു പരസ്യമായ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി എഴുതുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനെ ഇവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? മഹാനായ പ്രവാചകനെ നാം മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയത് അതുപോലെയാണ്. വളരെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ആ ഓ അബ്ദുള്ള സാഹിബിന്റെ ലേഖനം അത് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അത് പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിന്റെ സംഘാടകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പുനർചിന്തക്ക് തയ്യാറാകണമെന്നാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ അപകീർത്തിപ്പെടുത്തി പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളുടെ ഈമാനിനെ നിങ്ങൾ നശിപ്പിക്കരുത്. ആ മനുഷ്യൻ എഴുതിയ ലേഖനത്തിന്റെ തുടക്കം തന്നെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ബോഡി വേസ്റ്റ് എന്നാണ് പദം ഉപയോഗിച്ചത്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ബോഡി വേസ്റ്റ് മറ്റുള്ളവരുടെ വേസ്റ്റുകളെ പോലെ തള്ളേണ്ടതാണോ സൂക്ഷിക്കേണ്ടതാണോ? പ്രയോഗത്തിന്റെ കടുപ്പം. ഓ അബ്ദുള്ള സാഹിബേ,
ആ ലേഖനം പ്രസിദ്ധീകരിച്ച പത്രത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സംഘടനയെ ഞാൻ ആക്ഷേപിക്കുകയല്ല, നിങ്ങളുടെ പത്രത്തെ ഞാൻ ആക്ഷേപിക്കുകയല്ല. നിങ്ങൾക്കൊരു ധർമ്മമുണ്ട് ഈ വിഷയത്തെപ്പറ്റി പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ സുന്നികളാണെങ്കിൽ, സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തോട് നിങ്ങൾക്ക് ബാധ്യതയും ഭദ്രതയും ഉണ്ടെങ്കിൽ ഒന്ന് പഠിക്കാൻ തയ്യാറാകണം. ഞാൻ ലഈഫായ ഹദീസൊന്നും നിങ്ങൾക്ക് തരുന്നില്ല. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മാത്രം ചില ഹദീസുകൾ ഒന്ന് അബ്ദുള്ളയെ വിളിച്ചൊന്ന് ചോദിക്കണം. അത് പ്രസിദ്ധീകരിച്ച പത്രമോഫീസിൽ ഇരിക്കുന്നവരോടൊന്ന് വിളിച്ച് ചോദിക്കണം, ഇതിന്റെ പ്രമാണത്തിൽ നിങ്ങൾക്ക് വല്ല ശങ്കയുമുണ്ടോ എന്ന്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വേസ്റ്റുകൾ എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്. ആ വേസ്റ്റിന് പ്രത്യേകത ഉണ്ടോ എന്നാണോ? എന്നാൽ നിങ്ങൾ കേട്ടോ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വേസ്റ്റിൽ ഏറ്റവും വലിയ ദുർഗന്ധം വമിക്കുന്ന ഒരു വേസ്റ്റ് ഉണ്ട്. അതാണല്ലോ മനുഷ്യന്റെ വിയർപ്പ് എന്ന് പറയുന്നത്. അബ്ദുള്ള സാഹിബിനൊന്ന് ആലോചിക്കുക, ഒരേലെ പെണ്ണുങ്ങൾ എത്ര പ്രാവശ്യം മാറിക്കടന്നിട്ടുണ്ടാകും അല്ലേ? ശരീരത്തിന്റെ വിയർപ്പിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ആ ഭാര്യയോട് ചോദിക്കണം, ഓ അബ്ദുള്ള സാഹിബേ, എന്റെ ശരീരം വിയർത്താൽ നിനക്ക് ദുർഗന്ധം തോന്നുന്നുണ്ടോ എന്ന്. നിങ്ങളുടെ ഭാര്യ പറയും സഹിക്കാൻ കഴിയുന്നില്ല എന്ന്. സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വിയർപ്പ് അല്പം അത് പഴകിയാൽ ദുർഗന്ധം വമിക്കും. അതൊരു ഉപ്പുരസമുള്ള വെള്ളമായി മാറും. മറ്റൊരാളുടെ ശരീരത്തിൽ തട്ടുന്നത് അലർജിയാണ്. സ്വന്തം ഭാര്യ പോലും ആ ശരീരത്തോട് ടച്ചാകാൻ ആഗ്രഹിക്കില്ല, മടി കാണിക്കും. എന്നാൽ നിങ്ങൾക്കറിയുമോ, മഹാനായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മഹാനായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടെ ഇത്തിഫാഖായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലഈഫ എന്ന് പറഞ്ഞിട്ട് തള്ളാൻ കഴിയൂല. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി വ മുസ്ലിം. ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചൊരു പ്രാമാണിക തത്വമുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ പ്രമാണം. ആ പ്രമാണങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ. തൊട്ടടുത്ത് നിൽക്കുന്ന പ്രമാണം ഏതാണെന്നറിയോ? സഹീഹുൽ ബുഖാരി വ മുസ്ലിം. ഈ രണ്ട് ഹദീസ് ഗ്രന്ഥമാണ്. ആ രണ്ട് ഹദീസ് പണ്ഡിതന്മാരും ഇത്തിഫാഖായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആരെ തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്? അൻ ഉമ്മി സുലൈം റളിയല്ലാഹു അൻഹാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയെ തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട്. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഒന്ന് നേരെ മടിയില്ലാതെ അലസതയില്ലാതെ ഇരുന്ന് കേൾക്കണം. റസൂലുള്ളാഹിയെ പറ്റി പഠിക്കണം. മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, പ്രവാചക പ്രേമികൾ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയാൽ ക്ഷീണം അവരുടെ മുഖത്ത് നിന്ന് ഓടിമറയും, അലസത അവരുടെ മുഖത്ത് കാണില്ല. അലർജിയില്ലാതെ ആവേശത്തോടെ ഇരുന്ന് കേൾക്കാൻ അവർ ശ്രമിക്കും. കാരണം ആ നേതാവിനെ പറ്റിയല്ലാതെ പിന്നെ ആരെപ്പറ്റി കേൾക്കാൻ, ആ നേതാവിനെ പറ്റിയല്ലാതെ പിന്നെ ആരെപ്പറ്റി പറയാൻ. പറയുന്ന മനുഷ്യന്റെ വാചാലതയോ ശൈലിയോ അല്ല നാം അവിടെ പരിഗണിക്കേണ്ടത്. ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വം മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ നല്ല ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലണം. മഹാനായ മുഹമ്മദിനിൽ മുസ്തഫ. യജമാനനായ റബ്ബേ, ആ ഹബീബിനെ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാനുള്ള നല്ല മനസ്സ് നീ ഞങ്ങൾക്ക് എന്നും നീ നൽകുകയും അത് വളർത്തുകയും നിലനിർത്തി തരികയും ചെയ്യണം തമ്പുരാനെ. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന സംഭവമാണ് എന്റെ മഹദി പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പലപ്പോഴും ഉച്ച സമയത്ത് ഖൈലൂല തുറങ്ങാൻ അങ്ങനെ ഒരു സുന്നത്തുള്ള ഉറക്കുണ്ട്. അതാർക്കാന്നറിയോ? രാത്രിയിൽ ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക്, തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ എഴുന്നേറ്റിട്ട് അധ്വാനിക്കുന്ന ആളുകൾക്ക് ഉച്ചയുടെ സൂര്യൻ മധ്യത്തിലെത്തുന്നതിന് മുമ്പ് ഒരല്പസമയം കിടക്കൽ ഉറങ്ങൽ സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ സുന്നത്ത് കാണിച്ചിട്ടുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യഅ്തീഹാ ഫയഖീലു ഇൻദഹാ. റസൂലുള്ളാഹി തങ്ങൾ പല സമയത്തുമായി ഖൈലൂല തുറങ്ങാൻ വേണ്ടി പോകാറുള്ളത് ഉമ്മു സുലൈം ബീവിയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ആ വീട്ടിൽ റസൂലുള്ളാഹി തങ്ങൾ ഖൈലൂല തുറങ്ങും. ആ സമയത്ത് റസൂലുള്ളാഹിയെ വരുന്നത് സ്വീകരിച്ചൊരു നല്ല വിരിപ്പ് വിരിച്ചു കൊടുക്കും. ഏതാ വിരിപ്പ്? ഒരു നല്ല ഒരു തോലിന്റെ വിരിപ്പാണ് റസൂലുള്ളാഹിക്ക് ഞാൻ വിരിച്ചു കൊടുക്കാറുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖീലു അലൈഹി. ആ വിരിപ്പിൽ പ്രവാചകൻ ഖൈലൂല തുറങ്ങും. വകാന കസീറൽ അർഖി. പ്രവാചകൻ പ്രകൃതിയിൽ തന്നെ വല്ലാതെ വിയർപ്പ് വർദ്ധിച്ച മനുഷ്യനാണ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ എപ്പോഴും വിയർപ്പിന്റെ തുള്ളികൾ ഉണ്ടാകും. അധികവും വിയർക്കുക നെറ്റിത്തടമാണ്. ആ നെറ്റിത്തടത്തിലുള്ള വിയർപ്പിന്റെ തുള്ളി ഒരു പ്രകാശിക്കുന്ന കട്ട പോലെ അനുഭവപ്പെടും സഹാബത്തിന്. അങ്ങനെ പ്രവാചകൻ വല്ലാതെ വിയർപ്പ് വർദ്ധിച്ച വ്യക്തിയാണ്. എന്റെ ഹബീബായ നേതാവ് ഞാൻ വിരിച്ചു കൊടുത്ത ആ തോലിന്റെ വിരിപ്പിൽ വന്ന് കിടന്ന് കൈലൂല തുറങ്ങുമ്പോ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പിങ്ങനെ പൊട്ടിയൊലിച്ചിട്ട് ആ തോലിന്റെ വിരിപ്പിലൂടെ ഇങ്ങനെ ഒഴുകി വരും. ഇങ്ങനെ ഒഴുകി വരുമ്പോ ഞാൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഓ പ്രിയപ്പെട്ട അബ്ദുള്ള സാഹിബേ, ആ മനുഷ്യന്റെ ലേഖനം പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ അനുഭാവികളെ, നിങ്ങൾ നേരെ ഒന്ന് കേൾക്കണം. ആക്ഷേപത്തിന്റെ ഭാഷയിൽ കേൾക്കാൻ പാടില്ല. പ്രവാചകനെ പറ്റിയുള്ളൊരു തെറ്റ് തിരുത്തണമെന്ന ബോധത്തോടെ നിങ്ങൾ കേൾക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ അവസ്ഥയെ പറ്റി പറയുന്നു. ഫകാനത്ത് ജുമഉ അർഖഹാ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ആ തോലിന്റെ വിരിപ്പിലൂടെ ഒലിച്ചു വരുന്ന വിയർപ്പിന്റെ തുള്ളികൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വിരല് കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ്. എന്നിട്ട് അതൊരു പാത്രത്തിലാക്കുന്നു. ആ പാത്രത്തിലാക്കിയ വിയർപ്പോ ഫതജഅലു ഫിത്തീബി, ആ വിയർപ്പ് കൊണ്ടുപോയി വേസ്റ്റായി കളയണോ ഓ അബ്ദുള്ള സാഹിബേ? ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാൻ. സാധാരണക്കാരന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് പോലെ, വിസർജം പോലെ പുറത്തു തള്ളേണ്ടതാണോ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ്? ഒന്നെഴുതി കൊടുക്കണം ഈ സമുദായത്തിന്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ആ വിയർപ്പുകൾ ഇങ്ങനെ തുടച്ചെടുത്തു, ഒരു പാത്രത്തിലാക്കി. എന്നിട്ട് എന്തേ ചെയ്തെന്നറിയോ? ഫതജഅലു ഫിത്തീബി, നല്ല അത്തറിന്റെ കുപ്പിയുണ്ട്, ആ അത്തറിന്റെ ഒക്കെ ഈ വിയർപ്പം ഒഴിച്ചു കൊടുക്കുകയാ. ഇതാര് കാണുകയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് നേരിയ പുഞ്ചിരിയോടെ ചോദിക്കുന്നു, യാ ഉമ്മ സുലൈം മാ ഹാദാ, അല്ല ഉമ്മു സുലൈമേ ഇതെന്താ കഥ? വിയർപ്പിങ്ങനെ തുടച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നു, അർഖുക നജ്അലുഹു ഫീ തീബിനാ വഹുവ മിൻ അത്യബി തീബ്. ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഈ വടിച്ചെടുത്ത വിയർപ്പ് ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുള്ള സുഗന്ധത്തിൽ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? വഹുവ മിൻ അത്യബി തീബ്, ഉപയോഗിക്കുന്ന സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ല സുഗന്ധമുള്ളത് അങ്ങയുടെ വിയർപ്പിനാണ് നബിയേ. ആ വിയർപ്പിലൂടെ ഞങ്ങളുടെ അത്തറിന്റെ സുഗന്ധം കൂടെ വർദ്ധിപ്പിക്കാനാണ് ഈ പണി ഞാൻ ചെയ്യുന്നത് നബിയേ. രണ്ടാമതാ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ് നർജൂ ബറക്കതഹു ലിസിബിയാനിനാ, ഈ വിയർപ്പ് തുള്ളി ഞങ്ങൾ ശേഖരിച്ചിട്ട് അത് ഞങ്ങളുടെ കുട്ടികൾക്ക് തൊട്ടുകൊടുക്കാറുണ്ട്, കുട്ടികളുടെ ശരീരത്തിൽ പുരട്ടിക്കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടി? അങ്ങയുടെ ബറക്കത്തിന് വേണ്ടിയാണ് നബിയേ. നർജൂ ബറക്കതഹു ലിസിബിയാനിനാ, ഇതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ബറക്കത്ത് കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയേ. ഇതങ്ങ് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? ഓ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഏത് സംഘടനയിൽപ്പെട്ടവരായാലും തിരക്കേടില്ല, നിങ്ങൾ ഏത് പത്രത്തിന്റെ ആളായാലും തിരക്കേടില്ല, റസൂലുള്ള നമുക്ക് വേണ്ടേ? ആ പ്രവാചകനെ പറ്റി പഠിക്കണ്ടേ? ഓ അബ്ദുള്ള സാഹിബിനോടൊന്ന് എഴുതി ചോദിക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഇതങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? അയ്യോ ഉമ്മു സുലൈം, എന്ത് വൃത്തികേടായി ചെയ്തത്, മഹാമോശമായി പോയി. വിയർപ്പ് വേസ്റ്റല്ലേ, ദുർഗന്ധമല്ലേ, അത് അവഗണിക്കേണ്ടതാണെന്നാണോ റസൂലുള്ള പറഞ്ഞത്? അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി അസബ്തിയ ഉമ്മ സുലൈം, ഓ ഉമ്മു സുലൈമേ, നിങ്ങൾ സത്യം കണ്ടെത്തിയ പെണ്ണാണ്, യാഥാർത്ഥ്യം ഉൾക്കൊണ്ട പെണ്ണാണ്, മുഹമ്മദ് നബിയെ പഠിച്ച പെണ്ണാണ്, മുഹമ്മദ് നബിയുടെ ശരീരം പഠിച്ച പെണ്ണാണ്. സുബ്ഹാനല്ലാഹ്.
റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന വിയർപ്പ് പ്രവാചക പ്രേമികളായ സഹാബത്ത് വേസ്റ്റാണെന്ന് പറഞ്ഞു തള്ളിയവരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സിദ്ദീഖുൽ അക്ബറിന്റെ ഉമ്മു സുലൈം ബീവിയുടെ പക്ഷത്ത് നാം നിൽക്കണോ, അതല്ല ഓ അബ്ദുള്ളയുടെ പക്ഷത്ത് നിൽക്കണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ലാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. റസൂലുള്ളാഹിന്റെ വിയർപ്പിന്റെ പ്രത്യേകത പോരാ. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ്, മഹാന്മാരായ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ബന്ധം, ആ ബന്ധത്തെ പറ്റിയാണ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വളരെ സുദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. എന്റെ മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, عن عروة بن مسعود رضي الله عنه حال الصحابة مع النبي صلى الله عليه وسلم. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് റസൂലുള്ളാഹിയോടുകൂടെ എങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ തനഖമ റസൂലുള്ളാഹി നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും. റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് ഒരിറ്റ് തുപ്പുനീര് പുറത്ത് വീഴുന്നുണ്ടെങ്കിൽ അത് സഹാബത്തിന്റെ കയ്യിലല്ലാതെ വീണിട്ടില്ല. എന്തേ സഹാബത്ത് അത് ഏറ്റുവാങ്ങിയിട്ട് ചെയ്യുന്നത്? അത് വേസ്റ്റാണ്, നാറുന്ന വസ്തു എന്ന് പറഞ്ഞ് കളഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ തുപ്പുനീർ വല്ലാത്തൊരു ബർക്കത്തുള്ള വസ്തുവാ, ദുർഗന്ധമില്ലാത്ത വസ്തുവാ. അത് കയ്യിലുരച്ച് ശരീരത്തിൽ പുരട്ടുന്നു സഹാബത്ത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ തുപ്പുനീർ വേസ്റ്റായി തള്ളടോ ഓ അബ്ദുള്ള സാഹിബേ. ഇനി നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചോ. മഹാന്മാരായ സഹാബത്ത് തന്നെ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ വുളു എടുത്തു കഴിഞ്ഞാൽ വുളു എടുത്ത ബാക്കി വെള്ളത്തിന് വേണ്ടി സഹാബത്ത് കടിപിടി കൂടുന്നു. ഉന്തും തള്ളുവായിട്ട് അവര് ചിലപ്പോ ആള് മരിച്ചു പോവോന്നും കൂടെ പേടിക്കുന്നു. എന്തിനു വേണ്ടി? റസൂലുള്ളാഹി തങ്ങൾ വുളു ചെയ്ത ബാക്കി വെള്ളത്തിന്റെ ബർക്കത്തെടുക്കാൻ. ഓ അബ്ദുള്ള സാഹിബേ, എഴുതിയില്ലേ നീ പത്രത്തിൽ? എന്തേ എഴുതിയത്? അതെ, മകരവിളക്ക് ശബരിമലയിൽ തെളിഞ്ഞപ്പോ ആ മകരവിളക്ക് കാണാൻ വേണ്ടി ഭക്തജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ലക്ഷങ്ങൾ അവിടെ ഉന്തിത്തിരക്കിയിട്ട് 102 ആള് മരിച്ചപ്പോഴാണ് വൈദ്യുതി ബോർഡും സർക്കാരും കൂടിയിട്ട് അത് കർപ്പൂരം കത്തിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു തെരികിടയാണെന്ന സത്യം പുറത്തു പറഞ്ഞത്. എന്നതുപോലെ കാന്തപുരത്തിന്റെ മർക്കസിലുള്ള പ്രവാചകന്റെ കേശം മുക്കിയ വെള്ളം വാങ്ങാൻ വിശ്വാസികൾ ഒഴുകിയെത്തി തിരക്ക് കൂടിയിട്ട് കുറച്ചാളും മരിക്കുന്നത് വരെ ഈ പാവപ്പെട്ട ജനങ്ങൾ ആ പ്രവാചകന്റെ വെള്ളം മുക്കിയിരിക്കുന്ന കേശം മുക്കിയ വെള്ളം കുടിച്ച് പള്ള വീർക്കട്ടെ. അന്ന് ഇത് തെരികിടയാണെന്ന് സർക്കാർ വിധി എഴുതുമെന്ന് നീ എഴുതിയല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് വുളൂ ചെയ്ത വെള്ളത്തിന്റെ ബാക്കിക്ക് വേണ്ടി കടിപിടി കൂടിയ സഹാബത്തിനെ പറ്റി ഓ മിസ്റ്റർ അബ്ദുള്ള, നിനക്ക് എന്തു പറയാനുണ്ട്? സമൂഹത്തോട് നീ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബിന് ആ ഹബീബിനെ മനസ്സിലാക്കിയ സഹാബത്തിന്റെ പക്ഷത്ത് നാം നിൽക്കണോ, അതല്ല ഓ അബ്ദുള്ള സാഹിബിന്റെ പക്ഷത്ത് നിൽക്കണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. പോരാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ആ പ്രവാചകന്റെ തിരുകേശത്തിന് നൽകിയ വില എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുകേശത്തിന് വെച്ച് നൽകിയിരിക്കുന്ന വില എന്താണ്? നിങ്ങൾ ആലോചിച്ചോ. ഒരു സമാധാനമുണ്ട്. ആ പത്രത്തിൽ ഓ അബ്ദുള്ള സാഹിബ് എഴുതിയ ലേഖനം ഞാൻ വായിച്ചപ്പോ ഒരു സമാധാനം കിട്ടി. എന്തേ? അയാൾ അറിഞ്ഞോ അറിയാതോ സമ്മതിച്ചിട്ടുണ്ട്, ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് മുഹമ്മദ് നബി തലമുടി കളഞ്ഞിട്ട് അത് സഹാബത്തിന് കൊടുത്തിട്ട് സഹാബത്തിന്റെ ഇടയിൽ അംശിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയെന്നേന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനേന്നാവോ ഇത് കൊടുത്തിട്ട് ശരിയെന്നേന്ന് നിങ്ങൾ എഴുതിയത്? സാധാരണ മനുഷ്യന്റെ ശരീരത്തിലുള്ള വെയിറ്റ് പോലെ തള്ളേണ്ട വെയിറ്റായി സാധനെങ്കിൽ മിസ്റ്റർ ഓ അബ്ദുള്ള സാഹിബ്, എന്റെ റസൂലുള്ളാഹി ഇത് സഹാബത്തിന്റെ കൈ കൊടുത്തെന്തിനാ? പ്രവാചകൻ അത് വീതിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു നിങ്ങൾ എഴുതിയില്ലേ? എന്തിനാ അത് കൽപ്പിച്ചത്? തമാശക്ക അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ മുടി നശിപ്പിക്കേണ്ട വസ്തുവല്ല,
ബറക്കത്തിന് വേണ്ടി സൂക്ഷിക്കേണ്ട വസ്തുവാണ്. അത് പരമ്പരാഗതമായി നിങ്ങളുടെ കൈകളിൽ നിൽക്കട്ടെ. സ്വഹാബത്ത് അത് ഏറ്റുവാങ്ങി. എന്നിട്ട് ചെയ്തെന്താ? പിന്നെ മൂപ്പർക്കൊരു സംശയം, ഇതിങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബിന്റെ മുടി തന്നെയാണ് വിചാരിച്ചോ, എന്നാൽ അതിങ്ങനെ വെള്ളത്തിൽ മുക്കി കൊടുക്കുന്ന ഒരു ആചാരം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇമാം ബുഖാരിയെ ആ കിതാബ് ഒന്ന് മറച്ചു നോയിക്കൂടെ അബ്ദുള്ള സാഹിബേ? കുറെ കിതാബുകൾ നോക്കിയപ്പോ റസൂലുള്ളാഹിന്റെ മലമൂത്ര വിസർജനത്തിന്റെ ഭാഗം പോലും അത് നജസല്ലാന്ന് എഴുതിയ ഇബാറത്ത് കണ്ടപ്പോ ഞാൻ അതിലേക്കൂടി ഓടിക്കളഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ചെവിട്ടിയിരിക്കുന്നുണ്ടായിരിക്കുമല്ലേ? ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാ ഇമാം ബുഖാരി ഒന്ന് നിങ്ങൾക്ക് നോയിക്കൂടായിരുന്നു അബ്ദുള്ള സാഹിബേ? മഹാനായ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ബുഖാരി അല്ലേ ഉദ്ധരിച്ചത്? കിതാബുൽ ലിബാസിൽ എത്ര വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ഈ മുടി പലരുടെ കൈകളിലുമായി ലോകവ്യാപകമായി സൂക്ഷിപ്പിനെത്തി. ആ കൂട്ടത്തിൽ ആ പ്രവാചകന്റെ പവിത്രമായ കേശം സൂക്ഷിച്ച ഒരു മഹദിയുണ്ട്. ആരാണ് ആ മഹദി? ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. 36 കയ്യിൽ ഈ മുടി പിൽക്കാലത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാ സ്റ്റോക്ക് ചെയ്തെന്നറിയോ? ബിജാജിലിൻ മിൻ ഫില്ലത്തിൻ. തമാശക്കള്ള ഉണ്ടാക്കിന് നല്ല വെള്ളിന്റെ ഒരു കൂടുണ്ടാക്കിയിട്ട് അതിന്റെ അകത്തായി ഈ മുടി അടച്ച് ഭദ്രാക്കി വെച്ചിരിക്കുന്നത്. പഠിച്ചോ? എന്നിട്ട് എഴുതുക നാളെ ലേഖനം. മുഹമ്മദ് നബി തങ്ങളുടെ ശരീരത്തിൽ വന്ന് ഇത്തരം വസ്തുക്കൾക്ക് പ്രത്യേകത ഉണ്ടോ ഇല്ലേ? മിസ്റ്റർ അബ്ദുള്ള എഴുതണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കളഞ്ഞുകൊടുത്ത മുടിയുടെ ഒരു ഭാഗം സൂക്ഷിച്ച മഹദിയാണ് ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ. ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ കാലഘട്ടത്തിൽ അന്നൊരു പതിവുണ്ട്. എന്താണെന്നറിയോ? എന്തെങ്കിലും കുട്ടിയേക്ക് രോഗമോ വിഷമോ കണ്ണേറൊക്കെ വന്നാല് വേഗം പൊരേന്ന് സഹാബികളായ ഞങ്ങളുടെ ഉമ്മയും വാപ്പൊക്കെ ചെയ്യാ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഞങ്ങളെ നേരെ അയക്കും. എടുത്തേക്ക് ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ. എന്തിനാണെന്നറിയോ? ആ കൊണ്ടുപോയ വെള്ളത്തില് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മുടി മുക്കിയിട്ട് ബർക്കത്തെടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് ഈ വെള്ളം കൊണ്ടാന്നിട്ട് രോഗിക്ക് കുടിപ്പിക്കും, രോഗിയെ കൊണ്ട് ഉപയോഗിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടുകാരെ എന്നെ അയച്ചു. ആരിലേക്ക്? ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ ബിഖദഹിൻ മിൻ മാഇൻ. ഒരു തോൽപാത്രത്തിൽ വെള്ളായിട്ട് എന്നെ അയച്ചു. എന്നിട്ടോ ഞാൻ ആ വെള്ളപാത്രമായിട്ട് ഉമ്മു സലമ ബീബിയുടെ വീട്ടിലങ്ങ് ചെന്നപ്പോ ഫജാഅത് ബിജാജിലിൻ മിൻ ഫില്ലത്തിൻ ഫീഹി ശഅറുൻ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ എന്റെ അടുത്തേക്ക് വന്നെങ്ങനെയാണെന്നറിയോ? ഒരു വെള്ളിയുടെ പാത്രമായിട്ട്. അതിനെന്താ ഉള്ളേ? ഏതെങ്കിലും മരുന്നല്ല. അതിലുള്ളത് ഫീഹി ശഅറുൻ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളുടെ മുടികളിൽപ്പെട്ട ഒരൽപ്പം മുടി അതിൻ്റെ ഉണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അസാബൽ ഇൻസാന ഐനുൻ ഔ ശൈഉൻ ബഅസ ഇലൈഹാ മിഖ്ലബതൻ. അന്ന് കാലത്തുള്ള പതിവ് കണ്ണേറ് അതുപോലത്തെ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ വെള്ളപ്പാത്രമായിട്ട് ഉമ്മു സലമ ബീബിയുടെ അടുക്കലേക്ക് അയക്കലാണ് പതിവ്. അങ്ങനെയാണ് ഞാനും പോയത്. എന്റെ കുടുംബക്കാരയച്ചതിനാ. അങ്ങനെ 36 ഇതുമായിട്ട് ഇങ്ങനെ വന്നപ്പോ എനിക്കൊരാഗ്രഹം, അതിന്റെ അകത്ത് എന്തായാലും ഒന്ന് കാണണം. ആ വെള്ളിയുടെ പാത്രത്തിൽ ഞാനൊന്ന് ഇങ്ങനെ, ചെറിയ കുട്ടിയല്ലേ, ഞാൻ തലപൊക്കിയിട്ട് ഇങ്ങനെ നോക്കി. ആ സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മെയിലാഞ്ചിയിട്ട് ചുകപ്പിച്ച നല്ല ബർക്കത്തുള്ള മുടി ഞാൻ എന്റെ കണ്ണുകൊണ്ട് ആ പാത്രത്തിൽ കണ്ടു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ മുടി കൊണ്ട് ബർക്കത്തെടുത്തവരല്ലേ സ്വഹാബത്ത്? റസൂലുള്ളാഹി തങ്ങളുടെ മുടി കൊണ്ട് ബർക്കത്തെടുത്ത സ്വഹാബിയാത്തുകളല്ലേ അക്കാലത്തുണ്ടായത്? ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, റസൂലുള്ളാഹി
റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ പക്ഷത്ത് നാം നിൽക്കണോ? അല്ല, പ്രവാചക ശരീരത്തിലുള്ള ഇത്തരം വസ്തുക്കളെ സാധാരണക്കാരന്റെ ശരീരത്തിലുള്ള വേസ്റ്റുകളെ തള്ളുന്നത് പോലെ തള്ളണമെന്ന് പറഞ്ഞ അബ്ദുള്ളയുടെ ഭാഗത്ത് നിൽക്കണോ? നിങ്ങൾ നല്ല മനസ്സോടെ ചിന്തിച്ചോ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ, ആ ഹബീബായ നേതാവിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട പ്രത്യേകത അതേ അബ്ദുള്ള തന്നെ ആ ലേഖനത്തിൽ എഴുതി. ഒന്നെന്താണ്? മുഹമ്മദ് നബിയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കില്ല. പ്രവാചക ശരീരത്തിൽ, ലോക ചരിത്രത്തിൽ അതേ പ്രവാചകന്റെ ശരീരത്തിൽ ഈച്ച കയറിയിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട അബ്ദുള്ള സാഹിബേ, നിങ്ങളിരുന്ന കസേലിന്റെ ചുറ്റുഭാഗത്ത് എത്ര ഈച്ച വന്നിട്ട് നിങ്ങളെ മൂക്കുമ്പിൽ ഇരിക്കാറുണ്ട്? നിങ്ങളെ ശരീരവും റസൂലുള്ളാഹിന്റെ ശരീരം ഒന്നാണോ? പ്രവാചകന്റെ ശരീരത്തിന്റെ പ്രത്യേകത നിങ്ങൾ തന്നെ എഴുതിയില്ലേ? രണ്ടാമത് ആ മനുഷ്യൻ തന്നെ എഴുതി, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടി ആണോ അല്ലേ എന്ന് സംശയമുള്ള ഒരു മുടി അത് പ്രവാചക മുടിയാണെന്ന് തെളിയിക്കാൻ മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ട രാജാവിന്റെ കയ്യിലെത്തിയപ്പോ അദ്ദേഹം നടത്തിയ ഒന്നാമത്തെ ടെസ്റ്റിംഗ്, ആ മുടിയുടെ മുകളിൽ തേന് പുരട്ടി വെച്ചു. എന്നിട്ട് പബ്ലിക്കായി വെച്ചിട്ട് ഒരൊറ്റ ഈച്ച വന്നില്ല. കാരണം മുഹമ്മദ് നബിയുടെ ശരീരത്തിന്റെ ഭാഗത്ത് ഈച്ച ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ മുടി പ്രവാചകന്റെ മുടിയാണെന്ന് തെളിഞ്ഞു. രണ്ടാമത് നിങ്ങൾ തന്നെ എഴുതിയ തെളിവല്ലേ? പ്രവാചകന്റെ ആ മുടി സൂര്യപ്രകാശത്തിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ ആ മുടിക്ക് നിഴല് കാണുന്നില്ല. കാരണം മുഹമ്മദ് നബിയുടെ ശരീരത്തിന് ഭൂമിയിൽ നിഴല് പതിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാൽ മൂന്നാമതാ മനുഷ്യൻ പറഞ്ഞെഴുതിയത്, അവസാനം അതൊന്ന് കത്തിച്ചു നോക്കാൻ, കരിച്ചു നോക്കാൻ ശ്രമിച്ചു. അത് കത്തിയില്ല. കാരണം പ്രവാചക ശരീരം നശിക്കില്ല. ഇത് മൂന്നും നിങ്ങളുടെ ലേഖനത്തിൽ തന്നെ മിസ്റ്റർ അബ്ദുള്ള നിങ്ങൾ തന്നെ എഴുതിയില്ലേ? ഇതൊക്കെ ശരിയാണെന്ന് എഴുതുന്ന നിങ്ങൾ എന്തേ പ്രവാചകന്റെ പ്രത്യേകത സമ്മതിക്കാൻ നിങ്ങൾക്ക് മടി? പ്രവാചക ശരീരത്തിലുള്ള ഇത്തരം വസ്തുക്കളെ ആദരവോടെ ബഹുമാനത്തോടെ കണ്ട സ്വഹാബത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളോട് ഞാൻ വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു, പ്രസിദ്ധീകരിച്ച പത്രക്കാരോടല്ല ഞങ്ങൾ വിമർശിക്കുന്നത്, ആ സംഘടനയല്ല ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും മുഹമ്മദിനിൽ മുസ്തഫ അവിടെ നിന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയം നിങ്ങൾ ഒന്ന് തിരിച്ചാലോചിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീകളൊന്ന് പഠിക്കണം, അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കണം. അൽഹംദുലില്ലാഹ്, വിനീതനായ ഞാൻ നടത്തിയ 10 ദിവസത്തെ മദ്ഹുർ റസൂൽ ദശദിന പ്രഭാഷണം ചെറിയ വിലക്ക് ഇൻഷാ അല്ലാഹ് സീഡി നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് പറ്റുന്ന ആളുകളൊക്കെ നിർബന്ധമായും ഒന്ന് വാങ്ങി കേൾക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി ഒന്ന് പഠിക്കാൻ, പണത്തിന് വേണ്ടിയല്ല. ഒരാളുടെ മനസ്സിലെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് ഒരല്പമെങ്കിലും ഇടം നേടിയാൽ പാപികളായ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ കാരണം അതാകും. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഇൽമുകളൊക്കെ അല്ലാഹു നാഫിയാക്കി തരട്ടെ. ആ സീഡികൾ കിട്ടുന്നവർ വാങ്ങിച്ച് കേൾക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏകദേശം 18ഓളം സീഡികൾ ഉണ്ട് ആ വിഷയമായിട്ട്. 10 ദിവസം നടത്തിയ പ്രഭാഷണത്തിന്റെ 18ഓളം സീഡികൾ ഉണ്ടാകും. ആ സീഡികൾ മുഴുവനും നിങ്ങൾ ഒന്ന് വാങ്ങി കേൾക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി ഒന്ന് ഓർക്കണം. ഇനി ഞാൻ ഒരൊറ്റ കാര്യവും കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം ഞാൻ നിർത്തട്ടെ. മഹാനായ മുഹമ്മദിനിൽ മുസ്തഫ, ആ പ്രവാചകനെ പറ്റി സഹാബത്തിന്റെ വിശ്വാസം എന്താ? ഇന്ന് ചില ആളുകൾ സുന്നികൾ മുസ്ലിക്കാന്ന് പറയുന്നു. എന്താ കാരണം എന്നറിയോ? 2 കാരണം. ഒന്ന്, സുന്നികള് പ്രവാചകനെ സ്നേഹിച്ച് പ്രവാചകനെ പരിധിവിട്ട് സ്നേഹിച്ചിട്ട് പ്രവാചകനെ ആരാധിക്കുക ചെയ്യുന്നത് എന്നാണ് പറയുന്നവരോ ഞങ്ങൾ പ്രവാചകനെ പരിധിക്കുള്ളിൽ നിന്ന് സ്നേഹിക്കുന്നവരാണ് എന്ന് ആലോചിക്കണം. രണ്ടാമത്തതോ, സുന്നികൾ പ്രവാചകനെ പ്രകീർത്തിച്ച് പരിധി വിട്ട് പ്രവാചകനെ ബഹുമാനിച്ച് സ്നേഹിച്ച് ഇബാദത്ത് ചെയ്യുക. ഞങ്ങൾ പ്രവാചകനെ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. കോഴിക്കോട് കടപ്പുറത്ത് ഏടെ പരിധി വെച്ചെന്നോ കടൽ കരക്കാണോ കെട്ടിനാണോ എന്നറിയില്ല. പ്രവാചകന്റെ പ്രകീർത്തനത്തിന് പരിധി വെച്ച ഖൗമ് ഖുർആൻ പറയുന്നു, ഓ പ്രവാചകർ, അങ്ങയുടെ ദർജയെ, സ്മരണയെ
നാം ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും ഉയരത്തിലേക്ക് നാം ഉയർത്തിയിരിക്കുന്നു പ്രവാചകരെ. അല്ല പറയുന്നു, എന്റെ ഹബീബിന്റെ ഉയർച്ചയെ നിങ്ങൾക്ക് വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. പടച്ച റബ്ബ് അവന്റെ നാമം എവിടെയൊക്കെ കാണിക്കാൻ ശ്രമിച്ചോ അവിടെയൊക്കെയും ഉയർത്തിയ രണ്ടാമത്തെ ഒരു വ്യക്തിത്വം മുഹമ്മദുർ റസൂലുള്ളാഹി. ബാങ്ക് കൊടുക്കുമ്പോ അസ്സദു മുഹമ്മദ് റസൂലുള്ളാഹി, നിക്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, മക്കത്ത് പോയാ മദീനത്തേക്ക്. ആലോചിച്ചു, പടച്ചോനിക്ക് വേണ്ടി ആരെന്ത് ചെയ്യുന്നു അവിടൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി. ദുആ എടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത്. ഇല്ലാത്ത ദുആ സ്വീകരിക്കൂല. സൃഷ്ടാവിലേക്ക് ഒരു അടിമ അടുക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിച്ച് പ്രകീർത്തിച്ച ഒരു മഹാനുഭാവനല്ലേ. ലോകപ്രശസ്തിയാർജിച്ച ഖസീദത്തുൽ ബുർഉദ്ദാഇന്റെ രചയിതാവ് മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ലോക മുസ്ലിമീങ്ങൾ ഇന്നും രചയിതമായ പ്രവാചക പ്രകീർത്തനത്തിൽ തർക്കമില്ലാതെ ഏറ്റുവാങ്ങിയ ഒരു വലിയ പ്രവാചക പ്രകീർത്തന കാവ്യമാണല്ലോ ഖസീദത്തുൽ ബുർഉദ്ദാ. ആ മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു പ്രവാചകനെ പ്രകീർത്തിച്ച് ആയിരക്കണക്കിന് പ്രകീർത്തന ഗ്രന്ഥങ്ങൾ രചിച്ചു. അവസാനം മഹാനുഭാവൻ പാടിയില്ലേ, ഫഇന്ന ഫദ്ല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഗ്രിബ അൻ ഹുനാതിതും ബിഫമി മൗലായ സ്വല്ലി അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ദഅമദഅതുഹുൽ നസാറാഫി നബിഹിം വഹ്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. യജമാനനായ റബ്ബേ, ഇങ്ങകലെ ഈ കൊച്ചു പ്രദേശത്തിരുന്ന് സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. മദീന മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദിനിൽ മുസ്തഫ, അവിടുത്തെ പരിശുദ്ധമായ സവിധത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ ദറജ നീ ഉയർത്തണേ അല്ലാ. അവിടുത്തെ നോട്ടം ഞങ്ങളിലേക്ക് ഇട്ടുതരണേ അല്ലാ. അവിടുത്തെ ഹുദൂർ കൊണ്ട് ഞങ്ങളുടെ സദസ്സ് നീ ധന്യമാക്കി തരണേ റബ്ബേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകീർത്തനം ഏതെങ്കിലും ഒരു പാട്ടുകാരന്റെ ചുണ്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഏതെങ്കിലും വരികളിലൂടെ പ്രകീർത്തിച്ചു തീർക്കാൻ പറ്റിയതല്ല. ഒരെഴുത്തുകാരന്റെ പേനത്തുമ്പിലൂടെ ഒലിച്ചിറ്റുന്ന മത്സ്യത്തുള്ളികളിലൂടെ രേഖപ്പെടുന്ന അക്ഷരങ്ങളിലൂടെ എഴുതി തീർക്കാൻ പറ്റിയ പ്രകീർത്തനമല്ല പ്രവാചകന്റേത്. ഏതെങ്കിലും ഒരു വാചാലനായ മനുഷ്യന്റെ നാവിലൂടെ ഉതിർന്നു വരുന്ന വാഗ്ധാരണിയിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല പ്രവാചകന്റെ ബഹുമാനം. എല്ലാറ്റിന്റെയും പരിധിക്കപ്പുറമാണ്. എന്നിട്ട് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി എന്ത് മദ്ഹായി പറഞ്ഞാലും അത് പരിധിക്കുള്ളിലല്ലാതെ പരിധിക്ക് പുറത്തു പോകുന്ന പ്രശ്നമില്ല. ഒന്ന് മാത്രം പറയാതിരുന്നാൽ മതി. ദഅമദഅതു കുൽനസാ റാഫി നബിഹിമി വഹ്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ ഹബീബായ നേതാവിന്റെ സ്തുതികീർത്തനങ്ങളായി നിങ്ങൾ എന്തു പറഞ്ഞാലും അതൊക്കെ പ്രവാചകന്റെ
എന്റെ പ്രകീർത്തനത്തിന്റെ പരിധിക്കുള്ളിലല്ലാതെ പുറത്തു പോകില്ല. ഒന്നു മാത്രം നിങ്ങൾ പറയാതിരുന്നാൽ മതി. ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ അവരുടെ നബിമാരെ പറ്റി പടച്ചവനാണെന്ന് ആരോപിച്ച ആ ഒരൊറ്റ ആരോപണം മാത്രം മാറ്റി നിർത്തി എന്ത് നിങ്ങൾ പ്രവാചകന്റെ മദ്ഹായി പറഞ്ഞാലും അതൊക്കെ പരിധിക്കുള്ളിൽ തന്നെ. ഓ മുജാഹിദിന്റെ ആശയത്തിൽ ധരിച്ചു വെച്ചു പോയ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം ബൂസൂരി പരിധി വിട്ട് പറഞ്ഞ വ്യക്തിയാണോ? ഇമാം ബൂസൂരി പരിധി വിട്ടിട്ട് പ്രകീർത്തിച്ച ആളാണോ? പ്രവാചക സ്നേഹം പരിധിക്കപ്പുറം പോയി എന്നല്ലേ നിങ്ങൾ ഞങ്ങളെപ്പറ്റി പറയുന്നത്? ഞാൻ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊന്നും റസൂലുള്ളാഹിന്റെ സ്നേഹത്തിന്റെ ഒരു മൂലയിലെത്തിയിട്ടില്ല കേട്ടോ. ഖാലിഖായ റബ്ബേ, പറയാൻ യോഗ്യരല്ലെങ്കിലും പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ആ ഹബീബിനെ സ്നേഹിച്ചവരുടെ കഥ പറയുന്ന ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് നീ ആ ഹബീബിന്റെ മഹബത്ത് ശക്തിപ്പെടുത്തി തരണേ അല്ലാ. അവിടത്തെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരൊറ്റ മനുഷ്യന്റെ അനുഭവം മാത്രം ഞാൻ പറയട്ടെ. മഹാനായ ഇമാം ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, നിരവധി ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ സംഭവമല്ലേ, ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതിയ ചരിത്രമല്ലേ, നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്, ഒരു സഹാബി വരും. ആ വന്ന വ്യക്തി ആര് എന്നുള്ള പേരിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. എന്തായാലും ഒരു പ്രവാചക പ്രേമിയായ സഹാബിയാണ് കടന്നു വന്നത്. ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, ഇന്നക ലഅഹബ്ബ ഇലയ്യ മിൻ നഫ്സി വമിൻ വലദി വമിൻ നഫ്സി. ഓ നബിയേ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാൾ എന്റെ ശരീരത്തെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തങ്ങളാണ് നബിയേ. റസൂലുള്ളാഹിന്റെ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, എന്റെ സ്നേഹത്തിന്റെ കാഠിന്യം എവിടെ എത്തിയെന്നറിയോ? അദ്കുറുക യാ റസൂലല്ലാഹ് ഫമാ അസ്ബിറു ഹത്താ ആതി ഫഅൻദുറു ഇലൈക യാ റസൂലല്ലാഹ്. എന്റെ മനസ്സ് മുഴുവനുമുള്ള ഓർമ്മ തങ്ങളായി. എനിക്ക് വീട്ടിലിരുന്നിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല നബിയേ. അങ്ങയെപ്പറ്റിയുള്ള ഓർമ്മ എന്റെ മനസ്സിൽ വല്ലാതങ്ങ് ശക്തി പ്രാപിക്കുമ്പോ ഞാൻ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് ഓടി വന്ന് അങ്ങയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് കുറെ സമയം തങ്ങളെ ഞാനിങ്ങനെ നോക്കിയിരിക്കും. അപ്പോഴാണ് എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നത് നബിയേ. ആ രീതിയിൽ ഓർത്തിട്ട് എന്റെ മനസ്സ് നിറയെ തങ്ങളായി. എന്റെ കേൾവി നിറയെ തങ്ങളാണ്, എന്റെ കാഴ്ച നിറയെ തങ്ങളാണ്. ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെയും എന്റെ മുന്നിൽ തങ്ങളാണ്. ആ രീതിയിൽ അങ്ങയെ ഞാൻ സ്നേഹിച്ചവനാണ് നബിയേ. എന്റെ വിഷയം അവിടെയല്ല റസൂലേ. സകർതു മൗതി വമൗതക യാ റസൂലല്ലാഹ്. എന്റെ ചിന്ത മറ്റൊരു സത്യത്തിലേക്കും കൂടെ നീങ്ങി. സ്നേഹിച്ച വിനീതനായ ഞാനും മരിക്കണം, സ്നേഹിക്കപ്പെട്ട തങ്ങളും ഈ ലോകത്തോട് വിട പറയും, അത് സംശയമില്ലല്ലോ. അവിടെയുമല്ല എന്റെ പ്രശ്നം കിടക്കുന്നത്. അങ്ങ് സ്വർഗത്തിലാണെന്ന കാര്യം ഉറപ്പാണ്. സ്വർഗത്തിൽ അങ്ങ് പ്രവേശിച്ചാലോ അങ്ങ് ഏറ്റവും ഉയർന്ന ദറജയിലാണ്.
വിനീതനായ ഞാൻ സ്വർഗത്തിൽ പോകുമെന്നൊരു ഉറപ്പില്ല. അഥവാ തങ്ങളോടുള്ള മഹബത്തിന്റെ കാഠിന്യം കൊണ്ട് എന്റെ റബ്ബെന്നെ സ്വർഗത്തിൽ കടത്തിയാൽ ഞാൻ താഴെ തട്ടിലാകുമല്ലോ നബിയേ. ഈ ഭൂമിയിൽ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും അങ്ങയെ കാണാതെ മനസ്സിന് സമാധാനം കിട്ടാത്ത ഞാൻ സ്വർഗത്തിൽ ഞാൻ താഴെ തട്ടിലും അങ്ങ് മേലെ തട്ടിലും ഇരുന്നിട്ട് ഒന്ന് കാണാൻ കഴിയാതെ ഞാൻ എങ്ങനെ ക്ഷമിച്ചിരിക്കും നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബിവര്യന്റെ സങ്കട കണ്ണീര് കേട്ട് വേദനയുള്ള വാക്ക് കേട്ടിട്ട് ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവരും നല്ല മനസ്സോടെ ഒന്നാലോചിക്കണം. ഇരിക്കുന്നെന്റെ മുഅ്മിനീങ്ങളൊക്കെ ഒരു 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് എളിയവരായ നമ്മുടെ സദസ് അവൻ ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. മാറി നിൽക്കുന്നെന്റെ മുഅ്മിനീങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹവും ബഹുമാനവും പരിഗണിച്ച് കഴിവിന്റെ പരമാവധി സദസ്സിൽ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി ഒരു 2 മിനിറ്റ് എല്ലാവരും അടുത്തു നിൽക്കണം. അല്ലാഹു നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഒരു 5 മിനിറ്റ് നിങ്ങൾ സംസാരിക്കാതെ മറ്റു ഭാഗത്തേക്ക് ചിന്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കാതെ അടങ്ങി ഒതുങ്ങി ഒരു 5 മിനിറ്റ് നിന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച ആ ബർക്കത്തുള്ള മഹാരഥന്മാരുടെ അനുഭവ കഥകളൊന്ന് കേൾക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാരെ, റസൂലുള്ളാഹി എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? സ്നേഹം പരിധി വിട്ടിട്ട് ആരാധനയായി പോയല്ലേ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറയാനൊക്കുമോ? ആ സഹാബി വര്യൻ വന്ന് പൊട്ടിക്കരയുന്നു. റസൂലുള്ള ഒരക്ഷരം മറുപടിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോ അതാ വരുന്നു നസറൽ അമീൻ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, ഓ ഹബീബായ നബിയേ, അങ്ങയെ സ്നേഹിച്ചു മനസ്സു നിറയെ ഏറ്റെടുത്ത് അങ്ങയെ മാത്രം ഓർമ്മയിൽ ഏറ്റുവാങ്ങി സ്വർഗത്തിൽ അങ്ങയെ കാണാൻ കഴിയാതായി പോകുമോ? പേടിച്ച് സങ്കടം പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വേദന തങ്ങൾ കാണുന്നില്ലേ? പടച്ച റബ്ബ് മനുഷ്യനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ സന്ദേശം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഓതുന്ന ഖുർആനിക വചനം തങ്ങളൊന്ന് ആ മനുഷ്യനെ വിളിച്ച് ഓതി കേൾപ്പിച്ച് സമാധാനിപ്പിക്കണം നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അല്ലാഹുവിന്റെ ഹബീബിന് അതാ വിശുദ്ധ ഖുർആനിന്റെ വരികൾ ഓതി കേൾപ്പിക്കുന്നു. വമൻ യുതിഇല്ലാഹ വർ-റസൂല فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അതേ, ഒരു മനുഷ്യന്റെ സ്നേഹവും അനുസരണവും സമർപ്പണവും അത് അല്ലാഹുവിന്റെ പക്ഷത്താണെങ്കിൽ, അത് പ്രവാചകന്റെ പക്ഷത്താണെങ്കിൽ, ദുനിയാവിൽ മാത്രമല്ല അവരോടൊന്നിച്ച് ആഖിറത്തിലും അവരുടെ ഇടം അവരോടൊന്നിച്ച് തന്നെ. ഈ ആശയം ഉൾക്കൊള്ളുന്ന ആയത്തങ്കോതി കേൾപ്പിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് അപ്രത്യക്ഷമായി ഫദഅഹുൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബി വര്യനെ റസൂലുള്ള കൈമാടി വിളിച്ചടുത്ത് നിർത്തി. എന്നിട്ട് പറയുന്നു, ഓ മോനെ, വിഷമിക്കണ്ട,
നിങ്ങളുടെ സ്നേഹവും സമർപ്പണവും സത്യമായി ഏതൊരു പ്രവാചകന്റെ പക്ഷത്താണോ നിങ്ങൾ സമർപ്പിച്ചത്, ദുനിയാവിൽ മാത്രമല്ല സ്വർഗത്തിലും അവരോടൊന്നിച്ച് തന്നെയാണ് ഇടം കേട്ടോ. ഇതങ്ങ് കേൾക്കേണ്ട താമസം ആ സഹാബി വര്യൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കുലുങ്ങി കുലുങ്ങി പൊട്ടി പൊട്ടി കരയുകയാണ്. അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബെനിക്ക് ചെയ്ത നിഅ്മത്ത് വല്ലാത്ത നിഅ്മത്ത് തന്നെ. എന്റെ ഹബീബിനെ മനസ്സിലൊന്നേറ്റെടുത്ത് ബർക്കത്തോടെ ഞാൻ നോക്കിയ കാരണം കൊണ്ട് എനിക്ക് ദുനിയാവിൽ മാത്രമല്ല സ്വർഗത്തിലും ആ ഹബീബിന്റെ ജിവാറ് തരാമെന്നല്ലേ പറഞ്ഞത്. ഓ, നീ എനിക്ക് ചെയ്ത നിഅ്മത്ത് വല്ലാത്ത നിഅ്മത്ത് തന്നെയാണ് റബ്ബേ. ആ അനുഗ്രഹം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ ഞാൻ ഭയപ്പെടുന്നു. നിന്റെ ഹബീബിനെ ഞാൻ നോക്കി ബർക്കത്തെടുത്ത ഈ കണ്ണുകൊണ്ട്, നിന്റെ ഹബീബിനെ ആലോചിച്ചോർത്ത എന്റെ മനസ്സുകൊണ്ട് ഞാനിനി നാളെ ഒരു തെറ്റിലേക്ക് നോക്കിപ്പോയാൽ, ഒരു തെറ്റിനെ പറ്റി ചിന്തിച്ചാൽ എന്റെ കണ്ണിന്റെ ഭാഗ്യം പോയില്ലേ. എന്റെ ഹബീബിന്റെ ജിവാറിൽ എനിക്ക് നിൽക്കാൻ കഴിയൂലല്ലോ. യജമാനനായ റബ്ബേ, ആ സഹാബി വര്യൻ രണ്ട് കയ്യും ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഓ അധിപനായ റബ്ബേ, ഞാനിനി എന്റെ കണ്ണുകൊണ്ട് എന്റെ കുടുംബത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിലുള്ളതൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കണ്ണുകൊണ്ടെങ്ങാനും ഞാനിനി മോശത്തിലേക്ക് നോക്കിപ്പോയാൽ എന്റെ ഈ ഭാഗ്യമങ്ങ് നഷ്ടപ്പെട്ടു പോകും. റബ്ബേ, എന്റെ ഈ കണ്ണുകൊണ്ടിന് ഞാൻ ആഗ്രഹിക്കുന്നത് നാളെ സ്വർഗലോകത്ത് വെച്ച് എന്റെ ഹബീബിന്റെ മുഖമൊന്ന് കാണാനാണ്. അതിന്റെ മുമ്പ് ഈ കണ്ണുകൊണ്ടിന് ഞാൻ ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. റബ്ബേ, എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നീ നഷ്ടപ്പെടുത്തണം അല്ലാ. ഈ സമയത്ത് തന്നെ നീ തിരിച്ചെടുക്കണേ റബ്ബേ. ദുആ ചെയ്ത് കയ്യങ്ങ് താഴ്ത്തേണ്ട താമസം ഫഅമിയ മക്കാനഹു. ആ സമയത്ത് തന്നെ ആ സഹാബി വര്യന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെടുന്നു. ഓ എന്റെ കണ്ണിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിലേറ്റുവാങ്ങിയ സഹാബത്ത്, അവരുടെ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ കടുപ്പം, ഓ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ആ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ സ്വർഗത്തിൽ കാണാതെന്ന സന്തോഷം കിട്ടിയപ്പോ ദുനിയാവിന്റെ ഒരു സുഖത്തിന്റെ ദർശനവും വേണ്ടെന്ന് വെച്ച ഈ സഹാബിയും നാളെ മഹ്ശറയിലുണ്ടാകുമല്ലോ. സുന്നികളുടെ പ്രവാചക പ്രേമം പരിധിക്കപ്പുറമാണെന്ന് പറയുന്നവരെ, ഈ മഹാരഥന്മാരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനെ ഈ രീതിയിൽ സ്നേഹിച്ച സഹാബത്തിന്റെ പക്ഷത്ത് നാം നിൽക്കണോ? അതല്ല ആക്ഷേപിക്കുന്ന ബിദ്അത്തുകാരന്റെ പക്ഷത്ത് നിൽക്കണോ? നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് ആലോചിച്ച് തീരുമാനിക്കുക. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരട്ടെ. ആ ഹബീബിന്റെ മഹബത്തുള്ള ഖൽബായി അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഖൽബിനെ മാറ്റിത്തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഖാലിഖായ റബ്ബ് ഹബീബായ നേതാവിന്റെ ഹക്കുകൊണ്ട് ഈ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ആത്മാവുകൾക്ക് കുളിര് പകരുന്ന ആത്മീയതയുടെ തെളിനീരൊടുക്കുകൾ, അതുല്യമായ പ്രകീർത്തന കാവ്യങ്ങൾ, മുഹീദ്ദീൻ മാല, റിഫായി മാല, നഫീസസ് മാല,
ഖസീദത്തുൽ ബുർദ, മങ്കൂസ് മൗലിദ് എന്നിവയുടെ മാധുര്യമൂറും വരികൾ വീഡിയോ ആൽബങ്ങളായി, കൂടാതെ തൂഫാൻ, തസ്നിയത്ത് തുടങ്ങി തനിമയാർന്ന മാപ്പിളപ്പാട്ട് ആൽബങ്ങൾ, പ്രഭാഷണ സിഡികൾ, ഡിവിഡികൾ, MP3കൾ എന്നിവയുടെ വിപുലമായ ശേഖരം. ആൽനൂർ CD മാർട്ട്, മാവൂർ റോഡ്, കോഴിക്കോട്.